അവിഹിതങ്ങളിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളോട് നമ്മൾ അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ചോദിക്കും. അപ്പോൾ പറയും, അവന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തു, എന്നെ വിളിച്ചു, എനിക്ക് ഹായ് അയച്ചു, അപ്പോൾ ഞാൻ പ്രതികരിച്ചു, ഞാൻ 2 വരട്ടേയും ചോദിച്ചു, വന്നോ എന്ന് പറഞ്ഞു, അങ്ങനെ കണ്ടു. നിന്നെ അവൻ എപ്പോഴെങ്കിലും എന്താണ് ഒന്ന് ഔട്ടിൽ പോവാം, ഒന്ന് പുറത്ത് പോവാം, നിങ്ങളുടെ റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിന്നെ വിളിച്ചിട്ടുണ്ടോ? തീർച്ചയായും വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പോയില്ല? അതൊരു തെറ്റാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയില്ല. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു പെൺകുട്ടിയെ ആഗ്രഹിച്ചു പോയ ഒരു പുരുഷൻ അവളെ വളച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രക്രിയകൾ മാത്രമാണ് ഈ പ്രേമം, അവിഹിതം എന്നൊക്കെ പറയുന്നത് ചുരുക്കത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാപ്പിൽ നമ്മുടെ മോൾ പെട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ട്രാപ്പാണ്. അപ്പോൾ അവൾ നമ്മളെ ധിക്കരിച്ചിട്ടെങ്കിലും ഇറങ്ങിപ്പോകും. അപ്പോൾ അതീ പറഞ്ഞ പോലെ നന്നായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിന്നെ എന്താണ് തന്ത്രപരമായി ഒരു പുരുഷൻ കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, ഇപ്പോൾ ബോധമുണ്ട്, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്നത് അവരെ മനസ്സിലേക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് അവരെന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല, ഇവളെന്തായാലും അവനുമായി മുന്നോട്ട് പോകും എന്നാണെങ്കിൽ, അവൻ്റെ കൂടെ ജീവിക്കുമെന്നാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് എന്താണ്, ഒരു അവിഹിതത്തിന് അവസരമുണ്ടാവാൻ അവർ ഒന്നിച്ച് ജീവിക്കുമെന്ന് വെല്ലുവിളിച്ച് വരുമ്പോൾ അങ്ങനെ ഒരു വ്യഭിചാരം നടക്കാതിരിക്കാൻ എന്തായാലും അവൾ അവൻ്റെ കൂടെ പോകും. ഞാനത് ഹലാലാക്കി കൊടുക്കാം എന്നൊരു പിതാവ് തീരുമാനിച്ചാൽ അതായിരിക്കും ഒരുപക്ഷെ അവരുടെ അഭിമാനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഗുണകരമായിട്ടുള്ളത് അതായിരിക്കും. എന്നാൽ നമ്മൾ പറയണത്, ഇങ്ങനെ പോകുന്ന കുട്ടികളുടെ വിവാഹത്തിന് വിസമ്മതിക്കുന്ന ആളുകൾ, ഞാനിതിൽ പങ്കെടുക്കില്ല, എനിക്കതിൽ പറ്റില്ല, അങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, നിരുത്സാഹപ്പെടുത്തില്ല. കാരണം ഒരു തിന്മയോട് വിട്ടു നിൽക്കുന്നതിലുള്ള ആ ഒരു തീരുമാനത്തെ നമ്മൾ അംഗീകരിക്കും, പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഏതൊരു കാര്യവും സംഭവിക്കുമെന്ന് ഉറപ്പായാൽ അപകടരഹിതമായി അത് സംഭവിക്കലായിരിക്കും നന്നാവും. അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ആലോചിക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.